എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. ഞങ്ങൾ പറമ്പിൽ രാവിലെ വന്നതാണ്, പക്ഷേ ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പം ശകലം ബ്രെഡ് വാങ്ങിച്ചു, എന്നാൽ കുറച്ച് കാപ്പി ഇടാമെന്ന് വിചാരിച്ച് ഷെഡിനകത്തോട്ട് കയറിയപ്പം നമ്മൾ ഷെഡ് ഉണ്ടാക്കിയത് മുള ഉപയോഗിച്ചാണ്. അപ്പം മുള ഇങ്ങനെ കീറി ആ ഷെഡ് കിട്ടിയപ്പം ഈ മുളയുടെ ചെറിയ പൊടി ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുക. അത് കാരണം നമുക്ക് അതിനകത്ത് നിന്നുകൊണ്ട് കാപ്പി ഉണ്ടാക്കലും നടക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പിരിക്കുന്നുമില്ല, അതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്താൽ അതിനകത്ത് നമുക്കൊന്ന് ഇരിക്കാൻ ഒക്കുള്ളൂ. എന്നിട്ട് ഈ പൊടി വീടിയല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ തൽക്കാലം കാപ്പി ഇടാനുള്ളൊരു സജ്ജീകരണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് മാറി ഒരു ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കി ശകലം വെള്ളം തിളപ്പിക്കാം, കാപ്പി ഇടാം, എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്താണ്. അതിനൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോസ് കാണാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഒന്ന് കുറച്ച് തെളിക്കാനുണ്ട്, കുറച്ച് കോവയ്ക്ക പറിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ. അപ്പം വീഡിയോ മുഴുവൻ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഭയങ്കര വെയിലാണ് ഇപ്പോഴത്തെ. പകൽ പണിയാൻ വലിയ പ്രയാസം, രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേങ്കിൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്, സമയം വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ മിക്കവാറും വരുമ്പം ഒരു സമയമാവും, അന്നേരം വെയിലും തുടങ്ങും. പിന്നെ വെയിലത്ത് നിന്ന് പണിയാന്നുള്ളതേ ഉള്ളൂ, അതിൻ്റെ പണി മെനക്കെടും. നമുക്ക് സൗകര്യം നോക്കി, കാലാവസ്ഥയുടെ സൗകര്യം നോക്കി ചെയ്യാനൊക്കത്തില്ല. മഴയാണെങ്കിൽ ഞാൻ ഇന്നങ്ങ് മഴ നനഞ്ഞാലെന്ന് പണിയും. മഴ മാറിയിട്ട് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ മഴയില്ലാത്തപ്പം നമുക്ക് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും വർക്കാണ്, അത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് കാലാവസ്ഥയോ സമയമോ ഒന്നും നോക്കുന്നില്ല, അങ്ങ് പണിയാണ്. കാര്യങ്ങൾ നടക്കണ്ടേ. ഇതുപോലെ കാടങ്ങ് കയറും, നമുക്ക് തക്ക സമയത്ത് വേണ്ട വിളവ് കിട്ടാതെ വരും. അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഭയങ്കര പെട്ടെന്നാണ് കാട് കയറണേ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൂസേ, അവിടെ നാ ലൈറ്റ് ഇറങ്ങി എടുത്തടാ. വെള്ളമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ വെള്ളം വേണമെങ്കിൽ ഇവിടെ അടുത്തൊരു വീടുണ്ട്, അവിടെ പോയി വെള്ളം എടുക്കും. നമുക്കിവിടെ വെള്ളം കിട്ടാൻ പിന്നെ സൗകര്യമില്ല, പിന്നെ വില കൊടുത്ത് വാങ്ങിക്കണം, വഴിയിൽ പോയി വാങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷി ഇറക്കിയ സമയത്ത് നമുക്ക് കാട് തെളിക്കലായിരുന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വിത്ത് സംഘടിപ്പിക്കാനും തൈ സംഘടിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഇവിടുത്തെ കറുകച്ചാലെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു ലിങ്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ എനിക്ക് ഒരുപാട് സീഡ് തന്നു. അതാണ് നമുക്ക് വഴുതനയായിട്ടും വെണ്ടയായിട്ടും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചത്. പിന്നെ അതല്ലാതെ കോവലും കപ്പയും മാത്രമേ
ഞാൻ വേറെ സംഘടിപ്പിച്ചു, പയറും വേറെ സംഘടിപ്പിച്ചു. ബാക്കി എല്ലാ സീഡും തന്നത് കൃഷിഭവൻകാരാണ്. അതുകൊണ്ട് കഴിഞ്ഞ 4 മാസം കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഭാഗവും തന്നത് കൃഷിഭവനിൽ നിന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ കൂടെ എളുപ്പമുണ്ടായിരുന്നു. കുറേ അതിനുള്ള വളം തന്നു, ചെടിക്കൊക്കെ അടിക്കാനുള്ള കുറച്ച് മരുന്നുകൾ, ജൈവവളമായിട്ട് ബന്ധപ്പെട്ട പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ കൃഷി വലിയ കുഴപ്പമില്ല നടന്നു. ഇനി ഈ പ്രാവശ്യം അവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും. പിന്നെ തരിശു ഭൂമി ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ സർക്കാരിൽ നിന്നൊക്കെ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ, പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമ്മളിനി ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുകയാണ്. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൃഷി ചെയ്യും. അതിനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആദായം കിട്ടിയത് വെണ്ടയും പയറുമായിരുന്നു.
അപ്പോൾ ഒരു ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വെണ്ടയും പയറും എല്ലാം ഇട്ട് അതിൻ്റെ ആദായമൊക്കെ എടുത്തു. അപ്പോൾ ഈ 2 സ്ഥലവും കൂടി ഇപ്പോൾ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെണ്ട ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെണ്ട വിത്ത് റെഡിയാക്കണം. അത് ഇടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോയും കൂടെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ സ്ഥലം ക്രമീകരിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെങ്ങ് നിപ്പുണ്ട്. ബാക്കി അതിനപ്പുറത്തോട്ടുള്ള കുറേ ഏരിയയൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെയാണ് നമ്മൾ വെണ്ട ഇടാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ചപ്പിയും കൂട്ടിയിട്ടിരിക്കുക. ഒന്ന് ഉണങ്ങുവാണെങ്കിൽ അത് ഇവിടെ നിന്ന് ഉണങ്ങുമ്പോൾ മാറ്റാം എന്നോർത്താണ്. അതുവരെ ഇവിടെ കിടക്കട്ടെ. അപ്പം ഇവിടെ ഏകദേശം ക്ലീനായി. ഇനിയിപ്പം വെണ്ട ഇടാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ചെയ്യണം. ട്രാവൽ വ്ളോഗ് എടുക്കുന്നതും ഇതുപോലെയൊക്കെ തന്നെ കഷ്ടപ്പാടാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഉറക്കളച്ചൊക്കെ ആണ് പല പരിപാടികളും. അപ്പം ഇനിയിപ്പം ഇതും നമ്മളിപ്പോൾ അതിൽ കൃഷി ചെയ്ത് ഈ കണ്ടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് കയറി കിടക്കാമെന്നൊരു ചിന്തയൊന്നുമില്ല. ചെല്ലുമ്പോഴത്തേക്കൊരു 7 മണിയാവും. 7 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്നാൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ഉണ്ട്, നമുക്ക് ട്രാവൽ വ്ളോഗ് പോയതിൻ്റെ എഡിറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുറേ എഡിറ്റിങ്ങിനിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ വ്ളോഗിലൊക്കെ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് മസ്റ്റൊന്നുമല്ല, എന്നാലും നമ്മളിടുന്ന മ്യൂസിക് സാധാരണ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കല്ല, ഇട്ടിരിക്കുന്ന മ്യൂസിക്കല്ല, ഞാൻ തന്നെ ചെയ്തുണ്ടാക്കിയതാണ്. ഞാനൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുക, അത് കുറേ സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറുള്ള എല്ലാ വീഡിയോയ്ക്കും സെയിം മ്യൂസിക്കൊക്കെ കയറി വരുന്നത് അതുകൊണ്ടാണ്. ഒരു മ്യൂസിക് ഉണ്ടാക്കാനായിട്ടൊരു 4 ദിവസം 3 ദിവസം വരെയൊക്കെ ഞാൻ എടുത്താണ് ഒരു പീസ് ഉണ്ടാക്കുന്നത്. ആ പീസ് എൻ്റെ കൂട്ടത്തിൽ പഴയ കുറേ മ്യൂസിക്കും ഒക്കെ കൂട്ടിയാണ് ഒരു വ്ളോഗ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുന്നൊരു പണിയാണ്. ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ല, മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾ മ്യൂസിക് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം നമ്മുടെ സ്വന്തം മ്യൂസിക് ഇടണം എന്നൊരാഗ്രഹം കൊണ്ടാണ്. പിന്നെ അതൊരു പണിയാണ്, വീഡിയോ എഡിറ്റിംഗ് ഒരു പണിയാണ്. പിന്നെ ട്രാവൽ വ്ളോഗ് എടുക്കാൻ പോവുക, അതൊരു വലിയൊരു സ്ട്രെയിൻ തന്നെ. അങ്ങനെ എല്ലാം കൊണ്ടൊരു സമയമില്ലാത്ത സമയത്താണ് നമ്മളൊരു പണികൾ ചെയ്യുന്നത്. എന്നാലും ഈ ഓൺലൈൻ വർക്കുകൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫാസ്റ്റായിട്ട് കയറിയിട്ടില്ല. വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ സൗണ്ട് വർക്കോ ഇതുപോലെ കൃഷിപ്പണിയോ ഒക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് നടക്കും. പക്ഷെ നമ്മളിടുന്ന വ്ളോഗ് അതിന് റീച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ എത്തണം എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്നായിരിക്കും മിക്കവാറുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ടാഗുകളൊക്കെ 500 ടാഗ് 5000 ടാഗൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം അധ്വാനം ഇല്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ഒരു ജോലിയും നമുക്കില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്. ചിലത് ഇങ്ങനെ ശരീരം വേർക്കുന്നു, ചിലത് മനസ്സിന് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ ഉറക്കള കൂടുന്നു. അപ്പോൾ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനം തന്നെയാണ്.
അപ്പോൾ ഏതായാലും നിങ്ങളുടെ നല്ല സപ്പോർട്ട് ആവശ്യമാണ്, നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ അടുത്ത പ്രദേശത്തുള്ള, ഞാനിപ്പോൾ താമസിക്കുന്നത് കറുകച്ചാലാണ്, ഈ കറുകച്ചാൽ ഏരിയയിലുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ നമ്പരും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പം നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പച്ചക്കറിക്ക് ആകുന്ന സമയത്ത് പച്ചക്കറി തരാനായിട്ട് ഞാൻ തയ്യാറാണ്. അപ്പം മിതമായിട്ടുള്ള വിലയ്ക്ക് പച്ചക്കറി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞാൽ പച്ചക്കറി എത്തിച്ചു തരുന്നതാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഈ സൗമ്യ അപ്പുറത്ത് പണിയാണ്. അപ്പൂസും ഭാവിയും ഉണ്ടായിരുന്നു, അവധിയായിരുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ തീർന്നു. അപ്പോൾ അവരെ ഞാൻ അപ്പുറത്ത് പറഞ്ഞു വിട്ടു, അവന്മാരെ വെള്ളം എടുത്തു. വൈകിട്ട് മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ കഞ്ഞിയാണ്. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം എനിക്ക് കഞ്ഞിയുടെ കൂട്ടത്തിൽ ഈ കാന്താരി ഇങ്ങനെ ഞെരടി കഴിക്കും. എനിക്കത് വലിയ ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, അപ്പൂസിനും വലിയ ഇഷ്ടമാണ് ഈ കാന്താരിയും ഈ മുളക് ഉപ്പും കൂടെ ഇങ്ങനെ ഞെരടിയിട്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഞാനും അപ്പൂസും മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് എന്തെല്ലാം കറി ഉണ്ടെങ്കിലും കാന്താരി മുളകുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടാൻ നോക്കും. സൗമ്യം കഴിക്കും. ഭാവിക്ക് എരിവിനോടൊക്കെ ശക്കലൊരു മടിയുണ്ട്. എന്നാലും ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റാണ്. കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ, വൈകിട്ട് കിടന്നുറങ്ങുമ്പം ഒരു സുഖമാണ്. ഉറങ്ങുമ്പോൾ ഒരു നേരമാവും. മിക്കവാറും എഡിറ്റിങ്ങോ സൗണ്ട് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കിടക്കുമ്പോൾ മിക്കവാറും 2 മണി ഒക്കെ ആവും. രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. രാവിലെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇരിക്കും. മിക്കവാറും 5:30 അല്ലെങ്കിൽ 5:30ക്കും 6:00നും ഇടയ്ക്ക് 5:45 ആകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കും. അപ്പം ആ സമയത്തൊക്കെ എഴുന്നേൽക്കേണ്ട കൊണ്ട് ഉറക്കം കുറവാണെന്ന് വേണം പറയാം. മിക്കവാറും 2 മണിയൊക്കെ ആകും കിടക്കുമ്പോൾ. അത് എല്ലാവരും, പിള്ളേരാണെങ്കിലും അമ്മമാർ കിടക്കുമ്പോഴും ഒത്തിരി വൈകും. പക്ഷെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊരു സുഖമാണ്. പിന്നെ ഒന്നെങ്കിൽ യാത്ര കാണും, അല്ലെങ്കിൽ ഇതുപോലെ നേരെ പറമ്പിലോട്ടേക്ക് പോരും. നമ്മൾ മുമ്പ് എടുത്ത കാന്താരി മുളക് അവനെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കണം. കാന്താരിമുളക് അങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഞെരടി അങ്ങോട്ട് കഴിക്കണം. ഭയങ്കര സുഖമാണ്. കറിയുണ്ട്. നമ്മുടെ ഈ പറമ്പിലെ കോവയ്ക്കാണ്. ഇവിടുത്തെ കോവയ്ക്കായും പിന്നെ തേങ്ങാ സംബന്ധിയൊക്കെ. രാവിലെ സമയമൊക്കെ വളരെ കുറവാണ്. സൗമ്യക്ക് രാവിലെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ടൊക്കെ സമയമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവധി ആയതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചിങ്ങ് വന്നത്. എന്നാലും ഞങ്ങളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. അതുകൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ ഭക്ഷണമൊക്കെയാണ്. അധികം കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവർ കഴിച്ചു. അവരിതേ പണി തുടങ്ങി. പിന്നെയും ഞാനിവിടെ കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ.
നമുക്കിന്ന് കുറച്ച് പാവയ്ക്ക പറിക്കാനുണ്ട്. കുറച്ച് പാവയ്ക്ക എല്ലാം പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടിൻ്റെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക പറിക്കാം. നല്ല ഇലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ മുഴുവൻ കാടായിപ്പോയി, ശരിക്കും കാടായി. ഇനിയിപ്പം അതെല്ലാം ചെത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് പടവലം 2 പറിക്കാനുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരെണ്ണം പറിച്ചെടുക്കാം. ആ അപ്പം ഇന്ന് നമ്മൾ വെണ്ട ഇടാനായിട്ടുള്ള സ്ഥലം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പയർ അടുത്ത ആഴ്ചത്തേക്ക് പാകണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ പയർ പാകുന്നതിന് മുമ്പ് അവിടെ കുറച്ചുകൂടെയൊക്കെ തെളിക്കാനുണ്ട്. അവിടെ തെളിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വ്ളോഗ് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ട്രാവൽ വ്ളോഗും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് എഡിറ്റിങ് നടക്കണം. പിന്നെ വ്ളോഗിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ പിള്ളേരുടെ പഠിത്തം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും സമയം കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഈ ഇവിടെ ഇങ്ങനെ കാട് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശകലം ബുദ്ധിമുട്ടുണ്ട്. പറ്റത്തില്ലെന്ന് നമ്മൾ പറയത്തില്ല, കാര്യം നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ആദ്യഘട്ടമായതുകൊണ്ടാണ് നമുക്കിതുപോലെ കാട് കയറുന്നത്. അപ്പോൾ സാവധാനത്തെങ്കിൽ ഇത് നമ്മുടെ കയ്യിലേക്ക് വരും. ഈ സ്ഥലം നമുക്ക് കൈ വഴങ്ങും. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം പകുതിയോളം നമ്മുടെ കൈ വഴങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലം കൂടി 2 ട്രിപ്പൊക്കെ നമ്മൾ ചെത്തി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതും ക്ലിയറാകും. എൻ്റെ ഫാദർ ഇടയ്ക്കൊന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്നല്ല, ഫുൾ ടൈം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ ഇടയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത ഇടയ്ക്ക് ഒരു ചെറിയ വീഴ്ചയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ അധികം നിർബന്ധിച്ചില്ല ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഈ സ്ഥലത്ത് വന്നാൽ പിന്നെ രാവിലോട്ട് വൈകുമ്പോൾ അങ്ങ് പണിയാണ്. അങ്ങനെ ഒത്തിരി പണിയിപ്പിക്കുന്നത് എനിക്കൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ വലിയ നിർബന്ധം ചെലുത്തിയിട്ടില്ല. വരാൻ അധികം വിളിച്ചാൽ അന്നേരം പോരും. ഏതായാലും ഈ വീഡിയോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ അപ്പായും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇത് ഒരാൾ നിന്നാൽ പണിത് തീർക്കാൻ പറ്റുന്നതല്ല. നല്ലതായിട്ട് പണിയാനുണ്ട്. ഒരു 3 പേരെങ്കിലും പണിയണം, എന്നാലും ഒക്കത്തുള്ളൂ. ഇപ്പോൾ സൗമ്യ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ സ്കൂളിലോട്ട് പോകും. പിന്നെ അപ്പായിക്ക് വരാൻ പറ്റുന്ന ദിവസങ്ങൾ അത് ആരോഗ്യം അനുസരിച്ച് വടവാതിർന്ന് ഇവിടം വരെ ബൈക്ക് ഓടിച്ച് വരുന്നത് അപ്പായിക്ക് ബുദ്ധിമുട്ടല്ല, പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അപ്പായും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 പേര് ഒരുമിച്ച് നിന്നാൽ വളരെ പെട്ടെന്ന് പണികൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ നമ്മളത് ചെയ്യും, സാധിക്കുന്നിടത്തോളം അതിനപ്പുറവും നമ്മൾ ചെയ്യും. അതിനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും നിങ്ങൾ കൂട്ടത്തിൽ വേണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസത്തെയും വീഡിയോ നമ്മൾ ഇടുന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അന്ന് വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഇപ്പോഴത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ അടുത്ത ട്രാവൽ വ്ളോഗുകളും ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ തുടരെ പുറകെ വരികയാണ്. ആക്റ്റീവാകാൻ പോവാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അതിനോടനുബന്ധിച്ചാണ് യൂട്യൂബ് ചാനലിൽ എനിക്ക് കൂടുതൽ സമയം ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ വന്നത്. പക്ഷേ നമ്മൾ ഇനി കിണഞ്ഞ് പരിശ്രമിച്ച് ഇതിനകത്ത് ആക്റ്റീവായിട്ടുണ്ടാവും. അതിന് എന്ത് മാർഗവും നമ്മൾ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം നല്ല സപ്പോർട്ടോട് കൂടെ നിൽക്കുക. ഇതുവരെ ഈ ചാനൽ വീക്ഷിച്ച കൂടെ നിന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.